ശ്രീ വള്ളലാർ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത അകവൽ കവിതയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒൻപന ഇരണ്ടന ഒണ്ടിരണ്ടന ഇവൈ അൻപന വിളങ്ങിയ അരുൾപ്പെരും ജ്യോതി. ഒന്നായി വിളങ്ങിയ അരുൾപ്പെരും ജ്യോതി. അതാണ് വള്ളലാർ പിന്നീടെടുത്ത് പറയുന്നത്. ഏകജ്യോതി എന്ന് പറയുന്നത് ഇതാണ്, ഒന്നായി വിളങ്ങിയ ജ്യോതി. പിന്നെ ഇരണ്ടന രണ്ടായി വിളങ്ങിയ ജ്യോതി, ശിവശക്തിയായി വിളങ്ങിയ ജ്യോതി. ഒന്ന് രണ്ടായി തീർന്നിരിക്കുന്നു. അർദ്ധനാരീശ്വര സങ്കല്പം, ശിവനും പാർവതിയും ശക്തിയും ശിവനും അങ്ങനെ രണ്ടായി തീർന്ന ഇതൊക്കെ. ഒണ്ടിരണ്ടെന്ന അവസ്ഥ, മൂന്നായി തീർന്ന അവസ്ഥ, ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർ മൂന്നായി തീർന്ന അവസ്ഥ, ഒന്ന് മൂന്നായി തീർന്ന അവസ്ഥ. അങ്ങനെ മൂന്നായി പലതായി പിരിഞ്ഞിരിക്കുന്നു. ഈ പലതും ഏതാണ്? ഏകമായ അരുൾപ്പെരും ജ്യോതിയാണ്. ഈ പലതും എന്താണ്? അരുൾപ്പെരും ജ്യോതിയാണ്. ഈ പലതിലുമില്ലാത്ത പ്രകാശമായി നിൽക്കുന്നതും അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ഒന്നിലും രണ്ടിലും മൂന്നിലും അതല്ലാതെയും പിന്നെ അതിനപ്പുറവും നിൽക്കുന്ന അരുൾപ്പെരും ജ്യോതി. അതായത് എല്ലായിടത്തും എപ്പോഴും ഏത് സമയവും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന അരുൾപ്പെരും ജ്യോതി. സർവത്തിലും പ്രകാശം ചൊരിഞ്ഞു നിൽക്കുന്ന ശിവജ്യോതി. ആ ശിവപതിയുടെ മഹാജ്യോതി എവിടെയും എപ്പോഴും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഒന്നിലും രണ്ടിലും മൂന്നിലും അതിനപ്പുറവും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ജ്യോതി. അപ്പോൾ അദ്വൈതമായും ദ്വൈതമായും വിശിഷ്ടാദ്വൈതമായും അങ്ങനെ 6 ഭാരതീയ ഷഡ്ദർശനങ്ങളായും വികസിച്ചു നിൽക്കുന്നത് ഈ അരുൾപ്പെരും ജ്യോതിയാണ്. അപ്പോൾ അദ്വൈതം എന്ന് പറയുന്നത് ഈ ശിവജ്യോതിയാണ്. വിശിഷ്ട അദ്വൈതം എന്ന് പറയുന്നതും ഈ ശിവജ്യോതിയാണ്. അങ്ങനെ 6 ദർശനങ്ങളും യോഗം സാഖ്യം തുടങ്ങിയ 6 ദർശനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് ഈ ഏകമായ ശിവജ്യോതിയാകുന്ന അരുൾപ്പെരും ജ്യോതിയാണ്. ഇതിനപ്പുറവും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ജ്യോതി അരുൾപ്പെരും ജ്യോതിയാണ്. അപ്പോൾ എല്ലാ മതങ്ങളിലും എല്ലാ ദർശനങ്ങളിലും എല്ലാ ആചാരങ്ങളിലും എല്ലാ അനുഷ്ഠാനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഈ ഏകമായ ജ്യോതിയാണ് അരുൾപ്പെരും ജ്യോതി. അപ്പോൾ വള്ളലാരുടെ അരുൾപ്പെരും ജ്യോതി സങ്കല്പം എന്നുള്ളത് ഒരു ഏക ദൈവ ദർശനത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. അത് ജ്യോതിയാണ്, ശിവജ്യോതിയാണ്, അരുൾപ്പെരും ജ്യോതിയാണ്. ഈ അരുൾപ്പെരും ജ്യോതിയാണ് ശുദ്ധ സന്മാർഗനില. ഈ അരുൾപ്പെരും ജ്യോതി കണ്ട് അതിൽ ലയിച്ച് അതിൽ ആനന്ദിച്ച് അതായിത്തീർന്ന ഒരവസ്ഥയിൽ അരുൾപ്പെരും ജ്യോതി ശിവജ്യോതിയായി ബ്രഹ്മജ്യോതിയായി പ്രകാശിച്ച് എപ്പോഴും എല്ലായിടത്തും എവിടെയും നിറഞ്ഞു നിൽക്കുന്ന അനുഭവം കാണുന്നു. സർവത്തിലും ശിവനെ കാണാൻ കഴിയുക, സർവത്തിലും ഈ അരുൾപ്പെരും ജ്യോതിയെ കാണാൻ കഴിയുക. ഇതാണ് സർവോത്കൃഷ്ടമായ ആ ബ്രഹ്മാവസ്ഥ. ബ്രഹ്മം തന്നെ ഞാൻ തന്നെ ബ്രഹ്മം, ഞാൻ തന്നെ ശിവജ്യോതി, ശിവജ്യോതി തന്നെ ഞാനാണ് എന്ന അവസ്ഥ. അപ്പോൾ ഞാനെന്ന് പറയുന്ന ആ വ്യക്തിത്വം എന്താണ്? ഈ അരുൾപ്പെരും ജ്യോതിയാകുന്ന ശിവജ്യോതിയാണ് എന്നോർക്കുക. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് എവിടെയും എപ്പോഴും എല്ലായിടത്തും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ അരുൾപ്പെരും ജ്യോതി ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ അരുൾപ്പെരും ജ്യോതിയെ പ്രകാശിച്ചു നിൽക്കുന്നു. അപ്പോൾ എന്നിലെ ഞാനാണ്, എന്നിലെ ശിവമാണ്
ഈ അരുൾപ്പെരുംജ്യോതി. ഈ അരുൾപ്പെരുംജ്യോതിയാണ് എല്ലാവരിലും എല്ലായിടത്തിലും സർവ്വജീവജാലങ്ങളിലും സർവ്വപ്രപഞ്ചങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആത്മജ്യോതി, അരുൾപ്പെരുംജ്യോതി. എന്തൊരു ഉന്നതമായ ഒരു ഭാവനയാണെന്ന് നോക്കൂ. ആ ഭാവന യാഥാർത്ഥ്യമാണ് താനും. അത് അനുഭൂതിദായകമാണ്, നമുക്ക് അനുഭവിച്ചറിയാം. നമ്മിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ അരുൾപ്പെരുംജ്യോതിയെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കിട്ടും. ആ ഉത്തരം ഇതാണ്: ഞാൻ ആരാണ്? അരുൾപ്പെരുംജ്യോതിയായ ഏകജ്യോതിയാണ് എന്ന്, ശിവജ്യോതിയാണ് എന്ന് നാം കണ്ടെത്തുന്നു, നാം അനുഭവിച്ചറിയുന്നു, നാം അതായിത്തീരുന്നു. അപ്പോൾ നാം അരുൾപ്പെരുംജ്യോതിയായി ഏകജ്യോതിയായി പ്രകാശിച്ചു നിൽക്കുന്നു. ആ ഏകമാണ് പലതായി അനേകമായി ഈ പ്രപഞ്ചങ്ങളിലെല്ലാം ജീവജാലങ്ങളിലൂടെയും മറ്റ് വസ്തുക്കളിലൂടെയും അചരമായ വസ്തുക്കളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആത്മജ്യോതി. അത് ഞാനെന്ന ആത്മജ്യോതിയാണ്. എന്നിലെ ഞാനായ ആ മഹാവിശ്വ അഹം എന്ന ആ ശിവ അഹം എന്ന ആത്മജ്യോതി. ഈ ആത്മജ്യോതിയെ സാക്ഷാത്കരിക്കുന്നവനാരോ അവൻ വള്ളലാരെ പോലെ തന്നെ, അല്ലെങ്കിൽ വള്ളലാരായി തീരുന്നു, ശിവമായി തീരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ശിവമായി തീരാൻ വലിയ പ്രയാസമൊന്നുമില്ല. എന്നിലെ ഈ പ്രകാശ ജ്യോതിയെ, അരുൾപ്പെരുംജ്യോതിയെ എനിക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ മതി. അത് വളരെ എളുപ്പമായ മാർഗവുമാണ് താനും. അതായത് എന്നിലുള്ള 3 മലങ്ങളെ, ആണവം, കർമ്മം, മായ എന്നീ 3 മലങ്ങളെ മാറ്റുമ്പോൾ ഏകമായ അരുൾപ്പെരുംജ്യോതി പ്രകാശിക്കും, ഏകജ്യോതി പ്രകാശിക്കും. അത് പിന്നെ ദ്വിജ്യോതിയായും ത്രിജ്യോതിയായും അനേക ജ്യോതിയായും എല്ലായിടത്തും പ്രകാശിച്ചു നിൽക്കുന്നു. അപ്പോൾ ഒന്ന് പലതാകുന്നു, പലത് ഒന്നാകുന്നു. ഏകം തന്നെ പലത്, പലത് തന്നെ ഏകം. ഈ അവസ്ഥ തന്നെയാണ് ഉപനിഷത്തുകളും പറയുന്നത്. ഞാൻ തന്നെ പലതായി തീർന്നു, ആ പലതെല്ലാം ഞാനായിത്തീരുന്നു. അങ്ങനെ ഒരു ചാക്രികമായ ഒരു പരിണാമ ദശ ഇവിടെ ഉണ്ടാകണം. അതായത് ഏത് ബിന്ദുവിൽ നിന്നാണോ തുടങ്ങിയത് അത് ചാക്രികമായി ആ ബിന്ദുവിൽ, ഏകമായ ബിന്ദുവിൽ തന്നെ യോജിക്കുന്നു. ഇതാണ് ബിന്ദുവിൻ്റെ സവിശേഷത. ആ ഏക ബിന്ദുവിൽ എല്ലാം പലത് ഒന്നായിത്തീരുന്ന ഒരു സർക്കിളിക് രൂപം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു വൃത്തമാണ് ഈ ജീവിതചക്രം എന്ന് പറയുന്നത്. മനുഷ്യ ജീവിത ചക്രം എന്നുള്ളത്, അല്ലെങ്കിൽ പ്രപഞ്ച ജീവിത ചക്രം എന്നുള്ളത് ചാക്രികമാണ്, ഋജുവല്ല. തുടങ്ങിയത് എവിടെ നിന്നാണോ? ഏകമായ ബിന്ദുവിൽ നിന്നാണ്. ആ ബിന്ദുവിലേക്ക് തന്നെ എല്ലാം ചാക്രികമായി കറങ്ങി ആ ബിന്ദുവിൽ തന്നെ ലയിക്കുന്നു. ഏകം പലതാകുന്നു, പലത് അവസാനം ഏകമാകുന്നു. ഈ ദാർശനിക സത്യമാണ് അരുൾപ്പെരുംജ്യോതിയിൽ വള്ളലാർ നമുക്കായി കാഴ്ചവെക്കുന്നത്. ഇത് എല്ലാത്തിൻ്റെയും വേദരഹസ്യമാണ്, എല്ലാത്തിൻ്റെയും ആഗമ രഹസ്യമാണ്. അപ്പോൾ ഈ വേദാഗമ രഹസ്യങ്ങളെല്ലാം ഈ വരികളിൽ വള്ളലാർ നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് അനുഭൂതിയായി അനുഭവപ്പെടുത്തി തരുന്നു. നമ്മിൽ പ്രകാശിച്ചു നിൽക്കുന്ന അരുൾപ്പെരുംജ്യോതി ഈ ഏകജ്യോതിയാണ്. എവിടെയും എപ്പോഴും എല്ലായിടത്തും എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അരുൾപ്പെരുംജ്യോതി. ഇത് തന്നെയാണ് തിരുമന്ത്രത്തിൽ തിരുമൂലദേവൻ ആദ്യത്തെ മന്ത്രത്തിൽ ആവിഷ്കരിക്കുന്നത്. തിരുമന്ത്രം മുഴുവനും അതിൻ്റെ എല്ലാ നിഗൂഢതകളും ഉള്ളടക്കം ചെയ്തതാണ് ആദ്യ ശ്ലോകം. കടവുൾ വാഴ്ത്തിലെ ആ ആദ്യ ശ്ലോകം നോക്കൂ.
ഒണ്ട് അവൻ താനേ ഇരണ്ട് അവൻ ഇന്നരുൾ നിന്റനൻ മുൻപിനുൾ താൻകു ഉണർന്താൻ ഐന്ത് വെന്റിനൻ ആറ് വിരുന്തനൻ ഏഴ് ഉംബര ചെണ്ടനൻ താനിരുന്താൻ ഉണർന്ന് എട്ടേ. അഷ്ടഭാവങ്ങൾ, ശിവൻ്റെ അഷ്ടഭാവങ്ങളാണ് ഇവിടെ പറയുന്നത്. നോക്കൂ, എൻ്റെ ശിവൻ സ്വയം ഏകനായി കാഴ്ചയരുളുന്നവനാണ്. ഇമ്പമായി കടാക്ഷം ചൊരിഞ്ഞിരിക്കുന്ന ശക്തിയിൽ ചേർന്ന് ഇരുവരായിത്തീർന്നവരാണ്. അപ്പോൾ ഒന്ന് ശിവൻ, രണ്ടായിത്തീർന്നു ശിവശക്തികളായിത്തീർന്നു. പിന്നെ സൃഷ്ടിസ്ഥിതി സംഹാരത്താൽ ത്രിമൂർത്തികളായി നിലകൊള്ളുന്നു. അപ്പോൾ ത്രിമൂർത്തികൾ, സൃഷ്ടി സ്ഥിതി സംഹാരം, അതായത് ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. അങ്ങനെ അറിഞ്ഞവനും അറിയാത്തവനുമായി പഞ്ചേന്ദ്രിയങ്ങൾ അടക്കിയവനാണ് എൻ്റെ ശിവൻ. ഷഡാധാരങ്ങളിലൂടെ മലർന്നു വിരിയുന്ന സപ്താംഗമായ സഹസ്രദളം ശിരസിൽ വിടർത്തി അഷ്ടമൂർത്തി നിലയിൽ നിൽക്കുന്നവനാണ് എൻ്റെ ശിവൻ. അതായത് തിരുമന്ത്രത്തിലെ എല്ലാം ഈ അഷ്ടമൂർത്തി സങ്കല്പത്തിൽ ഒന്ന് എട്ടായി മാറുന്ന ഈ അഷ്ടമൂർത്തി സങ്കല്പത്തിൽ, 8 ഒന്നായി മാറുന്ന അഷ്ടമൂർത്തി സങ്കല്പത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നാം അനുഭവപ്പെടുന്നു.